ഹായ്, എൻ്റെ പേര് അനുശ്രീ. കാലിക്കറ്റ് ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോക്സിക് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു പുതിയ പാരന്റ് ആവാൻ പോകുന്ന കപ്പിൾസ് ഒക്കെ കൂടുതലായിട്ട് എങ്ങനെ ഒരു ഗുഡ് പാരന്റ് ആവാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അവരെന്തെങ്കിലും ബുക്സ് ഒക്കെ റീഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ചുറ്റിലും അവർക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ പാരന്റ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ അവരെ ഒരു ഗുഡ് പാരന്റ് ആവാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി ഒട്ടും ബോധേഡ് അല്ലാത്ത ആളുകളും ഉണ്ട്. ഇപ്പൊ പാരന്റ്സ് ആയതുകൊണ്ട് അവർ മിസ്റ്റേക്സ് വരുത്തില്ല എന്നൊന്നുമില്ല. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല. അവരും മിസ്റ്റേക്സ് വരുത്തും. എന്നാൽ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പാരന്റ്സിലാണെങ്കിലും ഇപ്പൊ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് ഈ കുട്ടിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം തങ്ങളാണോ എന്നുള്ള രീതിയിൽ പാരന്റ്സ് ചിന്തിക്കുന്ന രീതിയിലേക്കും ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം അവരതിന് റെഡി ആയിട്ട് അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ആ പാരന്റിങ്ങിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് വില്ലിങ് ആവുന്ന ആളുകളും വരുന്നുണ്ട്. എന്നാൽ ഇതിനെ പറ്റിയിട്ട് ഒട്ടും ബോധേഡ് ആവാതെ നമ്മൾ അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവാത്ത പാരന്റ്സിനെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ ഈ ഒരു പാരന്റിങ്ങിന് വളരെയധികം റോൾ ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു ടോക്സിക് പാരന്റിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ടേം കൂടുതൽ ഫെമിലർ ആവുകയും ആൾക്കാർ ഇതിന്റെ റിയൽ മീനിങ് എന്താണെന്ന് അറിയാതെ അത് യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ടീനേജേഴ്സ് എന്ന് പറയുന്നത് ഈ പാരന്റ്സുമായിട്ട് കുറച്ച് കൂടുതൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പൊ അവര് കൂടുതലായിട്ട് ഈ പാരന്റ്സ് എന്തെങ്കിലുമൊക്കെ ഇവർ പറയുന്ന കാര്യങ്ങളിനെ സപ്പോർട്ട് ചെയ്യാതെ വരുമ്പോഴേക്കും എൻ്റെ പാരന്റ് ടോക്സിക് പാരന്റ് ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്തിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പാരന്റിങ്ങിനെയാണ് നമ്മൾ ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്നത്. ഇപ്പൊ വല്ലപ്പോഴൊക്കെ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ വഴക്ക് പറയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് തല്ലോ ചെയ്യുന്നത് കുട്ടികളെ വലിയ രീതിയിൽ ബാധിക്കണമെന്നില്ല. എന്നാൽ ബാക്കി സമയങ്ങളിൽ ഈ പാരന്റ്സ് കുട്ടിക്ക് അവൈലബിൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എന്നാൽ ചില പാരന്റ്സ് എന്താണ് കുട്ടികൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അവർക്ക് ഇമോഷണലി അവൈലബിൾ ആവാണ്ടിരിക്കുകയും അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ്സ് അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള പാരന്റ്സ് ഇനി അവരുടെ മിസ്റ്റേക്സ് ഒക്കെ കുട്ടികളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന പാരന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്കൊരു ടോക്സിസിറ്റി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ഒരു ടോക്സിക് പാരന്റ്സ് ചെയ്യുന്ന അവരുടെ ഒരു കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത് അവർ കുട്ടികളുടെ ബൗണ്ടറീസിനെ ഒന്നും റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അതായത് കുട്ടി എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ എപ്പോഴും അവരുടെ അപ്ഡേഷൻസ് അറിഞ്ഞുകൊണ്ടിരിക്കണം. ഫ്രീക്വൻ്റ്ലി അവരുടെ മുകളിൽ ഒരു ഡൗട്ട്ഫുള്ളി ഈ കുട്ടികളെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരറിയാതെ അവരെ ഫോളോ ചെയ്യുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ കുട്ടികളെ അടുത്ത് നിന്ന് എപ്പോഴും റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളെ പേടിപ്പിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ അടുത്ത് നിന്ന് റെസ്പെക്റ്റ് വാങ്ങുന്ന രീതിയിലുള്ള പാരന്റ്സ് ഉണ്ടാവാം. കുട്ടികളെ പബ്ലിക്ലി ക്രിട്ടിസൈസ് ചെയ്യുക, അവർക്ക് വേണ്ട രീതിയിലുള്ള റീഇൻഫോഴ്സ്മെന്റുകളൊന്നും കൊടുക്കാതിരിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അതായത് മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ നെഗറ്റീവ്സിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യും, എന്നാൽ അവരെന്തെങ്കിലും നല്ലതായിട്ട് ചെയ്യുന്ന സമയത്ത് അവരെ റീഇൻഫോഴ്സ് ചെയ്യുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഇവരുടെ ഈ കുട്ടികളുടെ ട്രൂ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ പാരന്റ്സ് കൊടുക്കുന്നുണ്ടാവില്ല. ഈ പാരന്റ്സും കുട്ടികളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവില്ല. ഈ കുട്ടികളുടെ ഇമോഷൻസിനൊന്നും പാരന്റ്സ് വാലിഡേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഈ ഇമോഷൻസിനൊക്കെ ഇഗ്നോർ ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഈ കുട്ടികളിൽ ഗിൽറ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് കുട്ടികളെ കൺട്രോൾ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടാവും. അതായത് കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തന്നെ തിരിച്ചെന്തെങ്കിലും റിട്ടേൺ ആയിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നവരുണ്ടാവും. അപ്പം നീ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടും നീ എനിക്കത് എന്തുകൊണ്ട് ചെയ്തു തന്നില്ല എന്നുള്ള രീതിയിൽ കുട്ടിയിൽ ഒരു ഗിൽറ്റ് ഉണ്ടാക്കിയിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഡോക്ടർ സൂസൻ ഫോർവേഡിന്റെ ഒരു ബുക്ക് ഉണ്ട്, ടോക്സിക് പാരന്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ആ ഒരു ബുക്കിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോക്സിക് പാരന്റിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതായത് ഇപ്പം കുട്ടീനെ നിങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് തല്ലിയിട്ടുണ്ടോ പാരന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നതൊന്നും കൊള്ളില്ല എന്നുള്ള രീതിയിൽ പറയാം, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉള്ള ഇമോഷണൽ സപ്പോർട്ട് തരാതിരുന്നിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു ബുക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ അതിലൊരു 3-ൽ 1 നിങ്ങൾക്ക് യെസ് എന്നുള്ള രീതിയിലാണ് ആൻസർ വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു ടോക്സിക് പാരന്റിങ്ങിലൂടെ കടന്നു പോയവരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ടോക്സിക് പാരന്റിങ് തന്നെ പല രീതിയിലുണ്ട്, പല ടൈപ്പുകളിലുണ്ട്. അതായത് പാരന്റ്സ് അവരാണ് ഏറ്റവും വലിയ ആളെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പാരന്റ്സ്. അതായത് കുട്ടികൾ എപ്പോഴും അവരുടെ സംരക്ഷണത്തിൽ കഴിയുന്ന വൾണറബിൾ ആയിട്ടുള്ള ആളുകളാണെന്നുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നവർ. ഇപ്പം ജനിച്ചു കഴിഞ്ഞാൽ ഈ പാരന്റ്സിന്റെ കെയറും കാര്യങ്ങളിലാണ് കുട്ടികൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർ നമ്മളെ ഒബേ ചെയ്യണം
ചെയ്യണം എന്നുള്ള രീതിയിൽ താനാണ് വലിയ ആളെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പാരൻസ് ഉണ്ട്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ പാരൻസിന്റെ ഭാഗത്തുള്ള അവരുടെ കഴിവില്ലായ്മകൾ കുട്ടിയുടെ മുകളിൽ കെട്ടിവെക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കുട്ടികളെ കൂടുതലായിട്ട് നിയന്ത്രിച്ച് വളർത്തുന്ന ആളുകൾ. അവരെല്ലാം ഒബേ ചെയ്യണം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ പാരൻസ് എടുത്തു കൊടുത്തിട്ട് അത് ഒബേ ചെയ്യുന്ന രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് വളർത്തുന്ന പാരൻസ് ഉണ്ട്. അതായത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്പേസ് കുട്ടികൾക്ക് കൊടുക്കാത്ത പാരൻസ്. പിന്നെ വരുന്നൊരു ടൈപ്പ് എന്ന് പറയുന്നത് അബ്യൂസീവ് ആയിട്ടുള്ള പാരൻസ്. അതായത് വെർബൽ അബ്യൂസും ഫിസിക്കൽ അബ്യൂസും ചെയ്യുന്ന ആളുകളുണ്ട്. ഈ രണ്ടാണെങ്കിലും കുട്ടികളിൽ അത് നെഗറ്റീവായിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വെർബൽ അബ്യൂസ് എന്ന് പറയുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുക, അവരെ ഹറാസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുക, അവരെ ബോഡി ഷെയിം ചെയ്യുക, ഇരട്ടപ്പേരുകൾ യൂസ് ചെയ്തിട്ട് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ ഹേർട്ട് ചെയ്യും. ഇനി ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഈ പാരൻസിന് അവരുടെ ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് ഒക്കെ കുട്ടികളുടെ മുകളിൽ തീർക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അവരെ ഈ ബെൽറ്റ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് അടിക്കുന്ന പാരൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഫിസിക്കൽ അബ്യൂസിൽ വരുന്നതാണ്. ഇപ്പൊ ഒരു വീട്ടില് ഫാദർ ആണ് കുട്ടിയെ ഫിസിക്കലി ഹേർട്ട് ചെയ്യുന്ന ആളെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മദർ അത് സൈലന്റ് ആയിട്ട് നോക്കി നിൽക്കുന്ന ആളായിരിക്കും. ആക്ച്വലി ഇവിടെ ഈ മദറും ഒരു അബ്യൂസർ തന്നെയാണ്. ചില വീടുകളിൽ ഇപ്പം ഒരു പാരന്റ് ആയിരിക്കും കുട്ടീനെ ഭയങ്കരമായിട്ട് ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഫാദർ ആണ് കുട്ടീനെ അടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നതെങ്കിൽ മദർ അത് സൈലന്റ് ആയിട്ട് നോക്കി നിൽക്കുന്ന ആളാണെങ്കിൽ ശരിക്കും ഇവിടെ മദറും ഒരു അബ്യൂസർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ പൊതുവെ ഈ ഒരു ടോക്സിക് പാരൻസ് ഒന്നും തന്നെ അവരൊരു ടോക്സിക് പാരന്റ് ആണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. പിന്നെ ഈ ഒരു ടോക്സിക് പാരന്റിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് സെൽഫ് എസ്റ്റീം ഒക്കെ വളരെ കുറവായിരിക്കും. ഇപ്പം എന്ത് ചെയ്താലും മിസ്റ്റേക്സ് വരുത്തും, ഞാൻ ഒന്നും ചെയ്താൽ അത് കൊള്ളില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. പിന്നെ ഈ ഒരു അൺഹെൽത്തി പാരന്റിങ്ങിലൂടെ പോയ കുട്ടികൾ അവർ സെൽഫ് ബ്ലെയിമിങ് ആയിരിക്കും, എന്ത് വന്നാലും അവർ കാരണമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ഓവർ അപ്പോളജൈസിങ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പിന്നെ പൊതുവെ അൺഹാപ്പി ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഇവർക്ക് ഈ ആൻസൈറ്റി, ഡിപ്രഷൻ ഇതിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് ഫിസിക്കൽ അബ്യൂസ് ഒക്കെ നേരിട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി റിവെഞ്ച് മൈൻഡ് ഉള്ളവരോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കാം. ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഈ കുട്ടികൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ചിലപ്പോൾ തീർക്കുന്നത് അവരുടെ പാർട്ട്ണറുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ അടുത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്നത് കുട്ടികളുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിലൊക്കെ തന്നെ വെൽബീയിങ്ങിലൊക്കെ തന്നെ അവരെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരന്റിങ്ങിൽ എപ്പോഴും പാരന്റ്സ് കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് വരുത്തുന്ന സമയത്ത് അത് കുട്ടികളെ ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഡയാന ബോമറിംഗ് പറഞ്ഞിട്ടുള്ള ഒരു 4 പാരന്റിങ് സ്റ്റൈൽസിൽ ബെസ്റ്റ് പാരന്റിങ് സ്റ്റൈലായിട്ടുള്ള അതോറിറ്റേറ്റീവ് പാരന്റിങ്. അപ്പോൾ ഈ ഒരു പാരന്റിങ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടത്. ഇപ്പം ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല, അവരെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ട് അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു പാരന്റ് ആവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇമോഷണലി അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുക. ഇനി കുട്ടികളെ ഓവറായിട്ട് ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, മറ്റുള്ളവരുടെ മുന്നിലൊന്നും വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഈ കുട്ടികളൊക്കെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടിട്ട് അവർക്ക് വേണ്ട പ്രൈവസി കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇങ്ങനെ ടോക്സിക് പാരന്റ് കാര്യങ്ങളിലൂടെ പോകുന്ന കുട്ടികൾക്ക് ഇമോഷണലി ബിഹേവിയറിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത്തരത്തിലുള്ള ഡിസ്കഷൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.